വർഷമായിട്ട് അല്ല ശ്രീധരേട്ടനോട് പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ വിഷമാണ്, ഞങ്ങള് ഇവിടുത്തെ ആളുകൾ അല്ല ആദ്യം ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല, അഭ്യർത്ഥനയാണ്, തവനൂക്കാരെ അഭ്യർത്ഥനയാണ്. ദയവുണ്ടായിട്ട് ഇതിന് തടസ്സം വരുന്നത് എല്ലാം കഴിഞ്ഞു. ഇതിന് കുറെ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനേട്ടൻ. ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല. അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ട ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ, ഒരു മാറ്റവും ഇല്ല, അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ശ്രീധരേട്ടൻ്റെ നിലപാടുകളിൽ ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ. ഇത് ചരിത്രം എന്താ പറയുക ശ്രീധരേട്ട, തവനൂർ തിരുനാവായ പാലം മുടക്കിയ ആള് എന്നുള്ള ആ ചരിത്രം പറയട്ട, യാതൊരു സംശയം വേണ്ട ശ്രീധരേട്ട, ഉറപ്പ്. ഞാൻ നിങ്ങളെ കാല് പിടിച്ചു പറയാം, അല്ല ഞാൻ ശ്രീധരേട്ടൻ്റെ കാല് പിടിച്ചു പറയാം. എനിക്ക് പേഴ്സണൽ എൻ്റെ പഠിക്ക് കൂടെ റോഡിൻ്റെ എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഇത് തന്നെ അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരേട്ട ചരിത്രം പറയാൻ എന്താ വെച്ചിട്ടാ, തവനൂർ തിരുനാവായ പാലം മുടക്കിയ, അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു, വേറൊന്നുമല്ല. അതുണ്ടാക്കാൻ ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം വെച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടൻ ഞങ്ങൾ 100 ഇരട്ടി ബഹുമാനിക്കുന്ന ആളാണ്, എല്ലാ കഴിവുകളുള്ള ആളാണ്. അപ്പോൾ ദയവുണ്ടായിട്ട് ഇത് മുടക്കരുത്. ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്നാൽ കഴിഞ്ഞു, നടക്കില്ല. ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല, ഉറപ്പ് ശ്രീധരേട്ട. നോക്കുക, അത് ഞാൻ പറഞ്ഞാണ്, ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിഞ്ഞു. തവനൂക്കാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും. ഹൈക്കോടതി ശ്രീധരേട്ട ഇന്നേക്കാൾ വിവരമുണ്ട് ശ്രീധരേട്ടന്. ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു. കാരണം എന്താണെന്ന് അറിയണല്ലോ. അപ്പോൾ ULCC അവരെ കൊണ്ട്, ഞാൻ RBDCനെ കൊണ്ട് ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഒരു സുപ്രഭാതത്തിൽ ഇതിന് ആ പിന്നെ പ്രവൃത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. പക്ഷെ അത് മറികടന്നു, ഒക്കെ മറികടക്കും. ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്ന് ഇവിടെ തന്നെ പാലം വരും. ശ്രീധരേട്ടൻ ഉറപ്പിച്ചോളൂ, ഞാൻ അന്ന് ശ്രീധരേട്ടൻ വന്ന് കാണും, ഇവിടെ പാലം വരുന്ന